നമസ്കാരം. ഓം ശരവണഭവായ നമഃ. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നേടാൻ ശ്രേഷ്ഠമായ ദിവസമാണ് എല്ലാ മാസത്തിലും വരുന്ന ശുക്ലപക്ഷ ഷഷ്ഠി ദിവസം. ഇന്ന് സൂര്യഭഗവാന്റെ ദിവസമായ ഞായറാഴ്ചയും ധനുമാസത്തിലെ ഷഷ്ഠിയും ചേർന്നു വന്നിരിക്കുന്ന ശ്രേഷ്ഠമായ ദിവസമാണ്. കാർത്തികേയനെ ഷഷ്ഠി ദിവസം ഭജിക്കുന്നതിലൂടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയും. സന്താനങ്ങളുടെ അഭിവൃദ്ധിയും ഏതു കാര്യത്തിലെ തടസ്സം നീങ്ങാനും ജീവിത വിജയത്തിനും പാപമോചനത്തിനും എല്ലാം സുബ്രഹ്മണ്യ ഭജനം അതിവിശേഷമാണ്. പെട്ടെന്നുള്ള ഫലസിദ്ധിയാണ് ശ്രീമുരുകനെ പ്രാർത്ഥിക്കുന്നതിലൂടെ എല്ലാവർക്കും ലഭിക്കുന്നത്. ദോഷദുരിതങ്ങൾ കൊണ്ടോ ആരോഗ്യപരമായ വിഷയങ്ങൾ മൂലമോ സന്താന ദുരിതം അനുഭവിക്കുന്നവർക്ക് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഭജനത്തിലൂടെ ഉടൻ പരിഹാരം ലഭിക്കുന്നതാണ്. ഇഷ്ടസന്താന ലബ്ധിയാണ് 11 ശുക്ലപക്ഷ ഷഷ്ഠി എടുക്കുന്നതിലൂടെ ലഭിക്കുന്നത്. ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കാൻ കഴിയാത്തവർ ഇന്നേ ദിവസം സുബ്രഹ്മണ്യ സ്വാമിയുടെ ഷഷ്ഠി കവചമോ വേൽമാറലോ തിരുപ്പുകഴോ ഒക്കെ ചൊല്ലാൻ അറിയാമെങ്കിൽ ചൊല്ലാവുന്നതാണ്. ഇല്ലെങ്കിൽ കേൾക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അതിന് കഴിയില്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അഷ്ടോത്തരം ജപിക്കാവുന്നതാണ്. സ്വാമിയുടെ മൂലമന്ത്രമായ ഓം വജത്ഭവായ നമഃ എന്നോ അല്ലെങ്കിൽ ഓം ശരവണഭവായ നമഃ എല്ലാം തന്നെ 108 വീതം ജപിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് അപൂർവമായ ഒരു ദിവസം കൂടിയാണ്. സൂര്യഭഗവാന്റെ ദിവസമായ ഞായറാഴ്ചയും സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുവാനായിട്ട് ശുക്ലപക്ഷ ഷഷ്ഠിയും അതുപോലെ തന്നെ ഇന്ന് 369 എന്ന മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഏഞ്ചൽ നമ്പർ കൂടി വരുന്ന ദിവസമാണ്. അതായത് ഭഗവാന് മാസങ്ങളിൽ പ്രിയപ്പെട്ട മാസമായ മാർഗഴി മാസവും മാർഗഴി മാസം 21 തീയതിയാണ് ഇന്ന് വരുന്നത്. അപ്പോൾ 21ന്റെ 2ഉം 1ഉം കൂടി കൂട്ടും 3 എന്ന സംഖ്യയും അതുപോലെ ഇന്നത്തെ ദിവസം 5/1/2025 അതിൽ 5ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ 6ഉം 2025 കൂട്ടുമ്പോൾ 9ഉം കൂടി ലഭിക്കുന്ന ദിവസമാണ്. അപ്പോൾ 3, 6, 9 എന്ന ഏഞ്ചൽ നമ്പർ ലഭിക്കുന്നതാണ്. ഈ ഏഞ്ചൽ നമ്പർ വെച്ച് സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സിൽ വിചാരിച്ച് ഒരു ബിരിയാണി ഇലയിൽ ഒരു ഇൻഫിനിറ്റി സിമ്പൽ വരയ്ക്കണം. ഇൻഫിനിറ്റി സിമ്പൽ എന്താണെന്ന് ഞാൻ ഈ സൈഡിൽ കാണിക്കാം. അത് വരച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിൽ 369 എന്ന ഏഞ്ചൽ നമ്പറും മറു സൈഡിൽ ഒരു 3 കാര്യം നിങ്ങൾക്ക് എത്രയും വേഗം നടക്കാനുള്ള കാര്യം അത് നിങ്ങൾ നടന്നു കഴിഞ്ഞ രീതിയിൽ എഴുതാവുന്നതാണ്. അതായത് ഉദാഹരണത്തിന് എനിക്ക് 1,00,000 രൂപ ലഭിച്ചതിൽ നന്ദി എന്നുള്ള രീതിയിൽ വേണം എഴുതാനായിട്ട്. ഇനി അടുത്തതായിട്ട് ഇന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പരിഹാരമാണ്. വീട്ടിലെ കൺദൃഷ്ടിയും കണ്ണീര് ദോഷവും ഒക്കെ മാറുവാനായിട്ടാണ്, വീട്ടിലെ നെഗറ്റീവ് എനർജി പോയി പോസിറ്റീവ് എനർജി വരുവാനായിട്ടാണ് 2 മൺചിരാത് എടുക്കുക. 2ലും കുറേശ്ശെയായിട്ട് കല്ലുപ്പ് നിറയ്ക്കുക. അതിനുശേഷം അതിന് മുകളിലായിട്ട് ഒരു 5 കുരുമുളക് നിരത്തി വയ്ക്കുക. എന്നിട്ട് ഇത് വീടിൻ്റെ പ്രധാന എൻട്രൻസിന് 2 വശവുമായി വെക്കുക. അതായത് കട്ടിളപ്പടിക്ക് തൊട്ട് താഴെയായിട്ട് 2 വശത്തും വെക്കാവുന്നതാണ്. ഇത് ഇന്ന് രാത്രിയിലും നാളെ മുഴുവനായിട്ടും അവിടെ ഇരിക്കട്ടെ. മറ്റന്നാൾ ചൊവ്വാഴ്ച രാത്രി ഇത് എടുത്ത് ഉപ്പ് വെള്ളത്തിൽ അലിയിച്ച് കളയുകയും കുരുമുളക് ആരും കാൽപ്പെടാത്ത സ്ഥലത്ത് ഇടാവുന്നതാണ്. വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടി മൃഗഭഗവാനെ മനസ്സിൽ വിചാരിച്ച് നിങ്ങളിത് ചെയ്തോളൂ. എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്